വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. 40 ദിവസത്തെ നോമ്പിനു ശേഷം യേശുക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണയായാണ് ഓശാന പെരുന്നാളിലൂടെ ക്രൈസ്തവർ പുതുക്കുന്നത്. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും, പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് KCBC അധ്യക്ഷൻ ബസേലിയസ് ക്ലിമിക്സ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. എറണാകുളത്ത് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. വിശ്വാസി സമൂഹത്തിന്റെ കുരുത്തോല പ്രദക്ഷിണവും നടന്നു. എറണാകുളം എടപ്പള്ളി തോപ്പിൽ മേരി ക്യൂൻ പള്ളിയിൽ ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിയിൽ കാർമ്മികത്വം വഹിച്ചു. സഭയുടെ ശക്തി സംഘടനകളല്ല, ദൈവത്തിന്റെ കരങ്ങളാണെന്നും അധികാരവും സ്ഥാനമാനങ്ങളും ചൂഷണം ചെയ്യാനുള്ളതല്ലെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഓശാന സന്ദേശം നൽകി. കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് വിശ്വാസികൾ ഓശാന തിരുനാളിന് ദേവാലയങ്ങളിലെത്തിയത്. ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ഓശാന കുർബാനയ്ക്ക് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. കേരളത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ സൗഹാർദ്ദവും സ്നേഹവും ഒരുമയും കൂട്ടായ്മയും ഒക്കെ ഉണ്ട്. അത് തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ കൂടെ കൂടാതെ ആ ഒരുമയും സ്നേഹവും കൂട്ടായ്മയും കാത്തു പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വരത്തിന് വേണ്ടി നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ഓർക്കാം, യേശുവിന്റെ പുനരുദ്ധാന ഓർമ്മ പുതുക്കി ഞായറാഴ്ച ഈസ്റ്റർ ആചരിക്കുന്നതോടെ വിശുദ്ധവാരത്തിന് സമാപനം കുറിക്കും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.